ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്ന ഈ മാസത്തെ റവന്യൂ പലർക്കും കിട്ടിയിട്ടില്ലല്ലേ. അപ്പോൾ ഭയങ്കര ടെൻഷൻ. എനിക്ക് ഒത്തിരി മെസ്സേജ് ഇതിനെക്കുറിച്ച് വന്നുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ വളരെ ചെറിയൊരു വീഡിയോ പെട്ടെന്ന് വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഒത്തിരി പേരുടെ മെസ്സേജ് എനിക്ക് ഇൻസ്റ്റയിലും ഇവിടെ കമൻ്റായിട്ടൊക്കെ വരുന്നുണ്ട്. ഈ മാസത്തെ റവന്യൂ ഇന്ന് ഡേറ്റ് 27 27 എനിക്കൊന്നും കിട്ടുന്നില്ല. കാരണം ഒരു സംഭവം അതിനകത്ത് അറിയാൻ പറ്റില്ല. നെക്സ്റ്റ് പേ ഔട്ട് 26 എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നതാണ്. പക്ഷേ ഇതുവരെയും നമുക്ക് അതിൻ്റെ ഒരു മെയിൽ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റവന്യൂ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് വരും കേട്ടോ. അങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പ്രോസസ്സിംഗ് ആയെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് വന്നിരിക്കും. അപ്പം ചില സാഹചര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിലൊക്കെ ഒരു 2-3 ദിവസം മുന്നോട്ടോ അല്ലെങ്കിൽ പുറകോട്ടോ വരാനുള്ള സാധ്യത ഡിപ്പെൻസ് ആണ്. US ചില എന്തെങ്കിലുമൊക്കെ അവധികളോ അവരുടെ ബാങ്കിൻ്റെതായ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്കിത് റവന്യൂ ലേറ്റ് ആകുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്രൂഫ് കാണിച്ചു തരാം. നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ അറിയുന്നവരായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് മൊബൈലിലൊന്ന് കാണിച്ചു തരാം. ഫേസ്ബുക്ക് ഒരു പേജ് എടുത്തേക്കാണ്. അതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് വിടുക. സ്ക്രോൾ ചെയ്ത് വിട്ട് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ പേ ഔട്ട് എന്ന് പറയുന്ന പോർഷൻ ഒന്ന് എടുക്കുന്നുണ്ട്. പേ ഔട്ടിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണുന്നത്. നെക്സ്റ്റ് പേ ഔട്ട് എസ്റ്റിമേറ്റഡ് 25th August എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അല്ലേ. 25th August എസ്റ്റിമേറ്റ്. അപ്പോൾ 25th കഴിഞ്ഞിട്ട് ഇപ്പോഴും വീണ്ടും നമുക്ക് കുറേ ദിവസം കൂടി ആയി. ഇത് പേ ഔട്ടിൽ നിന്ന് അങ്ങ് പോയി നമ്മുടെ ബാങ്കിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നെക്സ്റ്റ് പേ ഔട്ടിൻ്റെ അവിടെ പിന്നെ 00 ആയിരിക്കും. അല്ലെങ്കിൽ വല്ല 3 dirhams 4 dirhams കാരണം കഴിഞ്ഞ മാസത്തെ നമുക്കിതിങ്ങോട്ടേക്ക് പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് ബാക്കി വന്നേക്കുന്നത്. കാരണം 24 വരെ ഉള്ള ആയിരിക്കും ഒരു പക്ഷെ നമുക്കിവർ പ്രോസസ്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ ബാക്കി 25, 26, 27, 28 ഈ മാസത്തെ ബാക്കി ദിവസത്തെ 5 ദിവസത്തെ എമൗണ്ട് ആയിരിക്കും പിന്നെ ഇവിടെ നെക്സ്റ്റ് പേ ഔട്ട് എന്ന് പറയുന്ന പോർഷനിൽ കാണിക്കുന്നത്. വീണ്ടും നമുക്ക് ഈ നെക്സ്റ്റ് പേ ഔട്ടിൽ നമ്മുടെ യഥാർത്ഥ റവന്യൂ വരണമെങ്കിൽ ഈ അടുത്ത മാസത്തിൽ, അതായത് സെപ്റ്റംബറിൽ ഒരു 24, 23, 24 ആകുമ്പോൾ വീണ്ടും അവർ നെക്സ്റ്റ് പേ ഔട്ടിലേക്ക് ഫുൾ എമൗണ്ട്, പഴയ എമൗണ്ട് ഫുൾ എമൗണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് കാണിക്കും. ഇപ്പം മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ 25th വരെയുള്ള എമൗണ്ട് ആയിരിക്കും ഇവിടെ ഈ കാണിക്കുന്നത് നെക്സ്റ്റ് പേ ഔട്ട് എന്ന് പറയുന്നത് പോർഷനിൽ കാണിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ നെക്സ്റ്റ് പേ ഔട്ടെന്ന് സ്റ്റിൽ അവിടെ ഇത്രയും എമൗണ്ട് തന്നെ കാണിച്ചെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. നെക്സ്റ്റ് പേ ഔട്ട് അവിടെ പ്രോസസ്സിങ് ആണ്. അതുകൊണ്ട് അവരങ്ങനെ കാണിക്കുന്നുണ്ട്. പ്രോസസ്സിങ് ആണ്. നമ്മൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. മണി നമ്മുടെ റവന്യൂ പ്രോസസ്സിങ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അക്കൗണ്ടിൽ ആ എമൗണ്ട് വന്നിരിക്കും. ഇപ്പോൾ ഇവിടെ 25th August എസ്റ്റിമേറ്റ് ചെയ്തേക്കാണ് കേട്ടോ. അത് ഇതുവരെയും നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവില്ല. എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നേ ഉള്ളൂ. ഇനി ട്രാൻസാക്ഷൻ്റെ മുകളിൽ ഓവർവ്യൂ ഉണ്ട്. ഇപ്പോൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇത്രയും എമൗണ്ട്, അതായത് ഒരു എമൗണ്ട് എൻ്റെ എമൗണ്ട് ഞാൻ കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ആ എമൗണ്ട് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ അവിടെയും കാണിക്കുന്നത്. അവർ തൊട്ട് താഴെ കാണിക്കുന്നുണ്ട് എസ്റ്റിമേറ്റഡ് 31st August എന്ന് പറഞ്ഞിട്ട് അവരവിടെ കാണിക്കുന്നുണ്ട്. അപ്പം 31 August 31 മാത്രമേ നമുക്കത് എസ്റ്റിമേറ്റ് വരത്തുള്ളൂ. നമുക്ക് 31 വരത്തുള്ളൂ. അപ്പോൾ അപ്പറേ ആ ഒരു ഡേറ്റ് കാണിക്കുന്നെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് 31 August വരത്തുള്ളൂ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട കേട്ടോ. കാരണം ആദ്യമായിട്ട് പൈസ മേടിക്കുന്ന 2-3 പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി ഇങ്ങനെ വന്നിട്ടുണ്ട്, എനിക്കിതുവരെ പൈസ വന്നില്ല, എന്തുകൊണ്ടാണ് വരുമോ, എനിക്ക് കിട്ടുമോ, ആദ്യമായിട്ട് മേടിക്കുകയാണ് ഫേസ്ബുക്കിൽ നിന്ന് എന്ന് പറയുമ്പം ശരിക്കും നമ്മളും എത്രത്തോളം എക്സൈറ്റ് ആയിട്ടുണ്ട്. ആദ്യത്തെ പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു എക്സൈറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. ഇടുന്ന് എടുത്ത് നോക്കിക്കോളൂ. ട്രാൻസാക്ഷൻ്റെ പോർഷനിൽ നിങ്ങൾക്ക് എന്നത്തേക്ക് എസ്റ്റിമേറ്റ് ചെയ്തേക്കെന്നുള്ളത് ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടെൻഷൻ നമുക്ക് ഒഴിവാക്കാം. നിങ്ങളുടെ പൈസ കൃത്യമായിട്ട് കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ SBIയുടെ അവിടെ മെയിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ എമൗണ്ട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആക്കുന്നു, എമൗണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ.